ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. 18 സംസ്ഥാനങ്ങളിലായി 2500-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2500-ലധികം ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 4/7/2025 മുതലാണ്. 24/7/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ടോട്ടൽ 2500 ഒഴിവാണ് വന്നിരിക്കുന്നത്. SC 367, ST 178, OBC 667, EWS 245, UR 1043. ഇങ്ങനെയാണ് ടോട്ടൽ 2500 വേക്കൻസി വന്നിട്ടുള്ളത്. കേരളത്തിൽ 50 ഒഴിവാണ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 21 മുതൽ മാക്സിമം 30 വയസ്സ് വരെയാണ്. SC STക്ക് 5ഉം OBCക്ക് 3ഉം PWD വിഭാഗക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റു വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ യോഗ്യതയുള്ളവരെയും പരിഗണിക്കുന്നതാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ RBI സെക്കൻഡ് ഷെഡ്യൂൾ പട്ടികയിൽ ഉൾപ്പെട്ട ബാങ്കുകളിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. NBFCs, കോപ്പറേറ്റീവ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫിൻടെക് തുടങ്ങിയ ബാങ്കുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നതല്ല. ലാംഗ്വേജ് പ്രൊഫഷൻസി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 48,480 മുതൽ 85,920 രൂപ വരെയാണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഓൺലൈൻ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. നെയിം ഓഫ് ദ ടെസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ്റെ 30 മാർക്ക്, ടൈം ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. ബാങ്കിങ് നോളജ് 30 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ടൈം ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. അടുത്തത് ജനറൽ അല്ലെങ്കിൽ എക്കണോമിക് അവയർനെസ് 30 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യനാണ് വരുന്നത്. ടൈം ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. റീസണിങ് എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യനാണ് വരുന്നത്. ടൈം ഡ്യൂറേഷൻ വരുന്നത് 30 മിനിറ്റ് ആണ്. ഇങ്ങനെയാണ് 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യൻ വരുന്നത്. ടോട്ടൽ ടൈം ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ കേരളത്തിൽ സെൻറ്റർ വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിലായിട്ടാണ്. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ, EWS, OBC വിഭാഗക്കാർക്ക് 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പ്ലസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജസും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ SC ST, PWD, ESM, വിമൻ കാൻഡിഡേറ്റ്സിനൊക്കെ ആപ്ലിക്കേഷൻ ഫീ 175 രൂപയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.bankofbaroda.co.in എന്ന വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇമെയിൽ ID വഴിയാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപ്ഡേറ്റ്സോടൊപ്പം ബയോഡേറ്റയും സ്കാനഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും യോഗ്യത തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷനും ഓൺലൈൻ അപേക്ഷ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.